എങ്ങനെ പ്രദീപ് കുമാർ എന്ന പേരിലേക്ക് എത്തി എന്നുള്ളതിൽ കൂടി നമുക്ക് വ്യക്തത വരേണ്ടതാണ്. പുതിയ സെക്രട്ടറിയായി, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രദീപ് കുമാർ എത്തുമ്പോൾ പൊതുവെ കണ്ണൂർ ലോബിക്ക് സ്വാധീനം, കണ്ണൂരിൽ നിന്നായിരിക്കാം നേതാവ് വരിക, പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. ആ പേരുകളൊന്നും അല്ലാതെ ഇപ്പോൾ കോഴിക്കോട് സ്വദേശിയായ സൗമ്യനായ, വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവിനെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ റോഷിപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവാദങ്ങൾ ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി വരുന്നു എന്ന നിലയ്ക്ക് കൂടി അതിനെ കാണേണ്ടി വരും, അല്ലേ? സ്മൃതി, ഒന്ന് മുഖ്യമന്ത്രി ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫയലുകൾ എത്തുന്നതും അത് പരിശോധിക്കുന്നതും പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും. കാരണം ഏത് മുഖ്യമന്ത്രി ആയാലും ഏറ്റവും വിശ്വസ്തരായ ഒരാളെയാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ പരിശോധിച്ച് അതിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ഉത്തരവാദിത്വം കൂടെ പ്രൈവറ്റ് സെക്രട്ടറിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും ജനപ്രിയമായ, ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, താല്പര്യമുള്ള പദ്ധതികളടക്കം വളരെ പെട്ടെന്ന് അത് വേഗത്തിൽ തന്നെ അത് പൂർത്തിയാക്കേണ്ടത്, അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഓഫീസിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ട, അവിടെയൊക്കെ ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്വം കൂടെ പ്രൈവറ്റ് സെക്രട്ടറിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷേ പ്രദീപ് കുമാറിനെ ആ പദവിയിലേക്ക് പരിഗണിച്ചത്. കാരണം നേരത്തെ MLA എന്ന നിലയിൽ 2 ടേം കോഴിക്കോട് ഏറ്റവും മികച്ച MLA എന്ന ഒരു പേര് കേട്ട നേതാവ് കൂടിയാണ് പ്രദീപ് കുമാർ. ജനപ്രതിനിധി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയെന്ന ഒരു വിലയിരുത്തൽ കൂടി CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. മുഖ്യമന്ത്രിക്കും അതേ വിലയിരുത്തൽ തന്നെയാകാം. ഒരുപക്ഷെ അതാകാം പ്രദീപ് കുമാറിനെ. പിന്നീട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ വിവാദങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. എന്നാൽ ജനകീയ വിഷയങ്ങൾ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. മറ്റ് അഴിമതി ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ പ്രദീപ് കുമാറിനെതിരെ ഉയർന്നു കേട്ടിട്ടുമില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാവ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പരാതി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട, മുഖ്യമന്ത്രിയിൽ നിന്നും ചെയ്തു കിട്ടേണ്ട കാര്യങ്ങളിൽ ഒരു വേഗമുണ്ടാക്കുന്ന ഒരു നേതാവ് തന്നെ വരുന്നു എന്ന നിലയ്ക്കും അതിനെ കാണേണ്ടി വരില്ലേ? സ്മൃതി, അങ്ങനെ ആവാം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രധാന ചുമതല ഇത് തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് ആ ചുമതല, അത് ഫയലുകൾ കൃത്യമായി പരിശോധിക്കണം, വീഴ്ചകളില്ലാതെ അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തണം, ഇടപെടൽ നടത്തേണ്ട ഇടങ്ങളിൽ ഇടപെടണം. മുഖ്യമന്ത്രി ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തണം. അതൊരു പക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാകാം. ഏത് വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടേണ്ടത്, നേരിട്ട് ഇടപെടേണ്ടടുത്ത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച് മുഖ്യമന്ത്രി ഇടപെടിക്കുക, അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്വതയോടെ, ആരോപണങ്ങളില്ലാതെ, വിവാദങ്ങളില്ലാതെ ആ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാകാം ഈ സമയമെടുത്തത്. KK രാഗേഷിന് പകരം ആര് എന്ന് ചർച്ചകൾ ഉയർന്നപ്പോൾ ആ ചർച്ചകളിലൊന്നും ഉയർന്നു വരാത്ത പേരായിരുന്നു പ്രദീപ് കുമാറിൻ്റേത്. അത് വളരെ വിശദമായ ഒരു പരിശോധനയ്ക്കൊടുവിലാകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദീപ് കുമാറിലേക്ക് എത്തിയത് എന്ന് തോന്നുന്നു. കാരണം നേരത്തെ നമുക്കറിയാം നടക്കാവ് സ്കൂളിൻ്റെ വികസനമടക്കം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കോഴിക്കോട് നോർത്ത് MLA ആയിരിക്കുമ്പോൾ അത് പൊതു ഇടത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും അത് പൊതുസമൂഹം വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് റോഷിപാൽ, നടക്കാവ് സ്കൂൾ തന്നെയാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. കാരണം നടക്കാവ് സ്കൂൾ എന്നുള്ളത് കോഴിക്കോട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിലയിൽ, അല്ലെങ്കിൽ അവിടേക്ക് വിദ്യാർത്ഥികൾ പോയി കഴിഞ്ഞാൽ പഠനം വളരെ മോശമാകും എന്നൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കാവ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളായി അത് മാറിയിരിക്കുകയാണ്. ആ സ്കൂളിലേക്ക് ഇപ്പോൾ അഡ്മിഷന് വേണ്ടി തിരക്കാണ്. ആ രൂപത്തിലേക്ക് ആ സ്കൂളിനെ മാറ്റി എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതിലെപ്പോഴും പ്രദീപ് കുമാർ MLA പേര് ഉയർന്നു കേൾക്കാറുമുണ്ട്. അത് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. സൗമ്യനാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളോട് ഇടപെടുന്ന ഒരു നേതാവ് എന്നൊരു വ്യത്യാസം കൂടി